ഇക്കത് തൽക്കാലം ഇപ്പൊ ഉമ്മാനോട് പറയാൻ നിൽക്കണ്ട. ഇമ്മ ഇത്രയും കാലം എന്ത് കരുതിയുന്നത് എനിക്കാണ് പ്രശ്നം എന്നല്ലേ? അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇക്ക. ഇത് ഞാനല്ല, ഇക്കല്ല പ്രശ്നം, ഇക്കാക്കാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇമ്മാക്ക് അതൊരു വിഷമാവും. വെറുതെ ആ പാവത്തിനെ സങ്കടപ്പെടുത്തണ്ടക്ക. ഈ ഉമ്മാനോട് ഇപ്പൊ നമ്മൾ ഈ കാര്യം പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഓരോ കുത്തുവാക്കും പറഞ്ഞുകൊണ്ട് എനിക്ക് വീട്ടിലൊരു സ്വസ്ഥത ഉണ്ടാവൂല. ഉമ്മാന്റെ സ്വഭാവം അറിയണല്ല എനിക്ക്. അങ്ങനൊന്നും ഇല്ലക്ക. നമുക്ക് ഉമ്മാനെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതിപ്പോ ഒരു കൊല്ലം ഡോക്ടർ ഗുളിക കുടിക്കാൻ പറഞ്ഞിരിക്കണില്ലേ? ചെറിയ എന്തോ പ്രശ്നമാണെന്നല്ലേ പറഞ്ഞത്. അതിപ്പോ ഈ സ്കാനിങ് എടുത്തോണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്. ഇല്ലാന്നെങ്കിൽ ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ച പോലെ എനിക്കാണ് കുഞ്ഞുണ്ടാവാത്ത പ്രശ്നം എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാവൂലേ? ഇപ്പൊ ഡോക്ടർക്ക് ഡൗട്ട് കുടുങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞത് എന്താണ്? സ്കാനിങ് എടുക്കാൻ പറഞ്ഞതല്ല ഇക്കാക്കാണ് പ്രശ്നം എന്ന് അറിഞ്ഞത്. ഒരു കൊല്ലം ഡോക്ടർ ഗുളിക കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൊല്ലം വരെ ഉമ്മ എന്നെ കുറ്റപ്പെടുത്തിയാലും ഞാനത് സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിട്ടല്ലേ ഇക്ക. വെറുതെ ആ പാവത്തിന് സങ്കടപ്പെടുത്തണ്ട, അതുകൊണ്ടാണ്. അല്ല, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? അതുമ്മ ആ വിക്കണ്ട. ആ വിക്കല് കണ്ടാൽ തന്നെ അറിയാം ഡോക്ടർ എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. ഇതിപ്പോ 2-3 മാസേ ഇങ്ങനെ തന്നെയാണല്ലോ, ഒരു മാറ്റം ഇല്ല. മാസം കടന്ന് വർഷം കടന്നത് ഇപ്പൊ എന്റെ മകന്റെ പൈസ പോവാന്നുള്ളല്ലാതെ വേറൊരു മിച്ചപ്പ ഇതിലേക്ക് കാണാനില്ല. ഇക്ക, ഉമ്മാനെ നിങ്ങളിപ്പോ തൽക്കാലം ഒന്നും അറിയിക്കണ്ട. ഇതൊക്കെ ഉമ്മാന്റെ സങ്കടം കൊണ്ട് ഇന്നങ്ങനെ പറഞ്ഞു പോണതാണ്, വേറെ ഒന്നുകൊണ്ടല്ല. നിങ്ങളത് വിടി, നിങ്ങൾ ജോലിക്ക് പോകാൻ നോക്കും. ഓ, ഒന്നും അറിയാത്ത കോട്ടിൽ കാണുമ്പത്തിനാണ്. അല്ലടി, ഇതിപ്പോ ഡോക്ടർ എത്ര കാലം ഗുളിക കുടിക്കാനാ പറഞ്ഞത്? അല്ല, അറിയാൻ പാടിയ ഞാൻ ചോദിച്ചാണ്. ഇതിപ്പോ എന്റെ മകനെ അന്ന കല്യാണം കഴിച്ചത് എന്റെ മകൻക്ക് ഇപ്പൊ എന്ത് കാര്യം ഉണ്ടായത്? അല്ല ഡോക്ടർ എനിക്ക് നീ ഈ ജന്മത്തിൽ എന്നെ കുഞ്ഞുണ്ടാവില്ലാന്ന് എന്തെങ്കിലും പറഞ്ഞിക്കണ? അങ്ങനെ പറഞ്ഞിക്കണെന്നുണ്ടെങ്കിലേ വെറുതെ എന്റെ മകന്റെ പൈസ ചെലവാക്കിങ്ങാണ്ടേ ഗുളിക മരുന്ന് ഇങ്ങനെ എനിക്ക് വാങ്ങി തന്നത് എന്ത് കാര്യമുള്ളത്? ഇതിപ്പോ നയിക്കണ പൈസ മൊത്തം എനിക്ക് ഗുളിക മരുന്ന് വാങ്ങാൻ തന്നെ ഉള്ളൂ. എന്നോടെ ഒരു ദേഷ്യമില്ല, വെറുപ്പില്ല. ഏതൊരു ഉമ്മാക്കുണ്ടാവും മകന്റെ കുഞ്ഞിനെ ആലോചിക്കാൻ ഒരു പൂതി. അത് മനസ്സിലാക്കണത് നല്ലതാണ്. പഠിച്ചാലും മോന്റെ പ്രശ്നത്താലാണ് കുഞ്ഞ് ജനിക്കാത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മ എങ്ങനെ സഹിക്കും? ഇക്കിപ്പോ തോന്നണതേ ഓനെക്കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചാലാന്നാണ്. ഇതിപ്പോ ഇന്ന് ശരിയാവും നാളെ ശരിയാവും വിചാരിക്കും തോറേ ശരിയായി കിട്ടുന്നില്ല. ഇത് എത്ര കാലം വെച്ചിട്ടാണ് ഈ ഗുളികയും മരുന്നും കുടിക്കല്? അല്ല, ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് 1-2 ദിവസമാണ് ഈ ഗുളിക കുടിക്കണത്. എത്ര ഒരു ഗുളിക മരുന്ന് വെച്ചിട്ടോ ഓന് കുറച്ചൊന്നും പൈസ അല്ല ഓൻ ചെലവാക്കിയേക്കണം ആ പെണ്ണിനും മാറ്റിയിട്ട്. ഒരു മാറ്റവും ഇല്ല. മാസം ആകുമ്പോ ഓൾക്ക് ഈ പറഞ്ഞ മാതിരിക്ക് മാസക്കൂലി ആവുന്നുണ്ട്. ഇക്കുല്യ ആഗ്രഹം എന്റെ പേരക്കുട്ടിനെ കളിപ്പിക്കണം എന്നുള്ളത്. ഇക്ക് തോന്നപ്പോ ഓളെ പെരക്ക് വല്ല പറഞ്ഞയച്ചിട്ട് ഓനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചാലോ എന്നുള്ളത്. ഓനക്കാന്നുണ്ടെങ്കിലോ ഓളെന്ന് വെച്ച ജീവനാണ്. സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അല്ലാതെ ഒരു പെൺകുട്ടിന്റെ ജീവിതം കളയണമെന്നൊന്നും വിചാരിച്ച് നടക്കണ പെണ്ണെന്നല്ല ഞാൻ. ഇതിപ്പോ എത്ര കാലമായി എന്നറിയാം, 2-3 കൊല്ലായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. ഈ ഒരു ഗുളികക്കും കുടിക്കും ഒരു മാറ്റം ഇല്ല. ഞാൻ വെക്കുകയാണ്, ഞാൻ പിന്നെ വിളിക്കണ്ട്. തലയാണെങ്കിൽ പൊട്ടിപ്പൊരിഞ്ഞ വേദന, ആലോചിച്ചിട്ട് ഒരറ്റം കിട്ടണില്ല. ആ ഇനി കുറച്ച് ദിവസത്തിനെ എന്റെ വീട്ടിക്ക് പോയി നിന്നാ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഇങ്ങോട്ട് അതെന്തമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? ഞാൻ വിളിക്കുമ്പോ വന്നാ മതിന്ന്. പിന്നിപ്പോ ഞാൻ എന്നോട് എന്തെന്നാ പറയേണ്ടത്? ഇതൊന്ന് പറഞ്ഞാട്ടിക്ക്. ഈ മച്ചായ എന്നെ കൊണ്ടടക്കാനേ ഇനി ഞങ്ങൾക്ക് പറ്റൂല. ഇതിപ്പോ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്റെ മകന് സൈക്കിള്. ഇജ് എന്റെ പെരേക്ക് പോയിക്കോ, അതാ നല്ലത്. ഇമ്മ ഇങ്ങനൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചേ? ഒന്നും സംഭവിച്ചിട്ടില്ലേ? ഈ മച്ചായേ അന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട ഉള്ള കാര്യം പറയാലോ എന്നോട്.
ഇതിപ്പോ എന്റെ മോനെ കൊണ്ടേ ഞാൻ വേറെ പെണ്ണ് കെട്ടിക്കാന്നാണ് കരുതുന്നത്. ഇതിപ്പോ കാലാകാലം കുട്ടി ഉണ്ടാവാൻ വേണ്ടിട്ടേ മരുന്ന് കുടിക്കണേ അന്നെ ഞങ്ങൾ ഒഴിവാക്കാൻ തന്നെ എന്റെ തീരുമാനം. അല്ല അപ്പൊ എന്താ ചെയ്യല്? ഉമ്മ അവളെല്ലാം ഒഴിവാക്കേണ്ടത്, എന്നെയാണ് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. ഇക്ക വേണ്ട. നീ മിണ്ടാതിരിക്ക്. അവൾക്ക് ഒരു പ്രശ്നമില്ല. കുഞ്ഞുണ്ടാവണതില് പ്രശ്നം ഇക്കാണ്. 1 വർഷം തുടർച്ചയായി മരുന്ന് കുടിക്കാൻ പറഞ്ഞിരിക്കുന്നു ഡോക്ടർ. ഉമ്മാക്ക് വിഷമാവും കണ്ടിട്ട് അവളെ എന്നോട് പറഞ്ഞത് ഉമ്മാനൊന്നും അറിയിക്കണ്ടാന്ന്. മോളെ ഇമ്മാക്ക് അറിയില്ലായിരുന്നു. മോൾക്കൊരു വാക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നു. എങ്കിൽ എനിക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നു മോനെ. ഞാൻ എന്തെല്ലാം ഒരു ശാപവാക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ എന്തിനാ മോളെ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്? ഇമ്മാനോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നു. എന്തെല്ലാണ് ഞാനിവിടെ പറഞ്ഞത്? എന്നോട് പൊറുത്തു മോളെ, ഞാൻ കാര്യം അറിയാതെ. ഞാൻ പറഞ്ഞത് അമ്മക്കാനോട് പറയണ്ടെന്നുള്ളത്. ഇമ്മാക്കത് സങ്കടാവുന്നുള്ളത്. ഇത്രയും കാലം ഇന്നും മച്ചീന്നൊക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് മകൻ കാരണമാണ് എനിക്ക് കുഞ്ഞ് ജനിക്കാത്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മാക്കത് താങ്ങാൻ പറ്റൂല എന്നുള്ളത് ഞാൻ ഇക്കാനോട് പറഞ്ഞതാണ്. പക്ഷെ ഇമ്മ ഇങ്ങനൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇക്ക അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇമ്മ വിഷമിക്കണ്ട. ഇമ്മക്കൊരു പേരക്കുട്ടി ഉണ്ടാവും. ഉമ്മ പഠിച്ചോ വലിയോനല്ലേ, നമ്മൾ അങ്ങനെ താത്തി കെട്ടൊന്നുമില്ല. എന്നാലും എന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ ആ ഉറപ്പുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് 1 കൊല്ലം മരുന്ന് കുടിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്നാണ്. ഇത് കൗണ്ടിന്റെ എന്തോ പ്രശ്നമാണെന്നാ പറഞ്ഞത്, വലിയ വിഷയമുള്ള കാര്യമില്ല എന്നാ പറഞ്ഞത്. കാരണം ഞാൻ മരുന്ന് കുടിച്ചതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഇന്ന് വിഷമിക്കണ്ട. ഇന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എനിക്കും സങ്കടാവും. ഞാന് ഇത് സ്വന്തം അമ്മായിട്ടെല്ലാം മഴ കണ്ടെത്തുന്നത്. ഇമ്മനിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ ഒന്നും അത്ര കാര്യത്തിലെടുത്തിട്ടില്ല അമ്മ. എന്റെ സ്വന്തം അമ്മ എന്നെ ചീത്തരണമായിരിക്കും ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷെ നീ മച്ചീന്ന് വിളിക്കുമ്പോളെ അതൊക്കെ സങ്കടമായിട്ട് തോന്നിയിരുന്നു. കാരണം ഒരു കുഞ്ഞിനാറ് കൊതിക്കാത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ സങ്കടമില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായാലും കാത്തിരിക്കാനും, പക്ഷെ പിന്നെ പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഇമ്മാന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഉമ്മാനെ വിഷമിപ്പിക്കണ്ട വെച്ചിട്ട് ഇക്കാരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ ഇമ്മ സങ്കടപ്പെടണ്ട, ഒക്കെ ശരിയാവും ഉമ്മ. ഇപ്പൊ ഇനിയിപ്പോ ഉമ്മ എന്നെ എന്ത് പറഞ്ഞാലും വിഷമില്ല. പക്ഷെ ഇനി മച്ചീന്ന് വിളിക്കാതിരുന്നാ മതി. അത്രേ ഉള്ളൂ. വേറൊരു സങ്കടമില്ല അമ്മ. ഇമ്മനൊന്ന് ചിന്തിച്ചു നോക്കി. ഇമ്മക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ആ മോളൊരു ആരാന്റെ പേരെ കല്യാണം കെട്ടിച്ചിട്ടിട്ട് അവിടുന്ന് അവര് മച്ചി എനിക്ക് കുഞ്ഞുണ്ടാവൂല, ഈ വന്ന കാരണം എന്റെ മോന്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറയുമ്പോ ആ പെണ്ണിന് ഒരുപാട് സങ്കടം ഉണ്ടാവൂല. അത് ഉമ്മാനോട് പറയുമ്പോ ഇമ്മ ഇങ്ങനെ പറയുന്നതൊന്നും ഞാൻ എന്റെ ഉമ്മാനോട് പറച്ചിലില്ല. വെറുതെ അവരും കൂടി സങ്കടപ്പെടുത്തണ്ടല്ലോ വെച്ചിട്ട്. അത്ര ഉള്ളു ഉമ്മ. ഇമ്മ വിഷമിക്കണ്ട, അതൊക്കെ പോട്ടെ, ഒക്കെ ശരിയാവും ഉമ്മ. ഇനിയിപ്പോ ഉമ്മ എന്നെ എന്ത് പറഞ്ഞാലും ഞാനത് മനസ്സിൽ വെക്കലില്ല. ഇമ്മ ഇനിയിപ്പോ അത് ആലോചിച്ച് ഓരോന്ന് വിഷമം കൂട്ടിയിട്ട് വെറുതെ ഓരോ അസുഖം വരുത്തിയേക്കണ്ട. മോളെ അറിഞ്ഞുകൊണ്ട് ഉമ്മ വിളിച്ചതല്ലല്ലോ മച്ചീന്നുള്ളത്, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഞാനൊരു കുഞ്ഞിനെ കളിപ്പിക്കണം ഇതും വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു പോയി. ഇമ്മനോട് പുറത്ത് കാട്ടി. സാരല്ല അമ്മ, പോട്ടെ. അതൊന്നും സാരില്ല. അമ്മ പറഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലല്ലോ, അറിയാതെ ഉമ്മക്ക് പറ്റിയ തെറ്റല്ലേ. സാരില്ല അമ്മ, വിടി. നേരത്തെ തന്നെ അനക്ക് എന്നോട് പറയാന്നുണ്ടെങ്കിൽ ഇമ്മക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. ഇത് പന്നെ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കുകയാണോ?